വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ 100% അതിൻ്റെ ഉത്തരവാദി ഈ ആക്ടർ ബാല എന്ന് പറയുന്നൊരു വ്യക്തിയായിരിക്കും. കേട്ടല്ലോ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ ചിലപ്പം ജീവിച്ചിരിക്കത്തില്ലായിരിക്കാം, എന്നാൽ പോലും എൻ്റെ ഒരു മരണമൊഴിയായിട്ട് നിങ്ങളിത് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. ഏകദേശം 10-30 മിനിറ്റ് അടുപ്പിച്ചുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾ എലിസബത്തിൻ്റെ ചാനൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. എന്നാലും അണ്ണാ അടുത്ത ഉടായിപ്പോയിട്ട് വീണ്ടും വാ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം. ഈ 4-5 പേരുണ്ട്, 6-7 പേരും കൂടെ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് ഇതിനകത്തൊന്നും ഇൻവോൾവ് ആവാത്ത ആൾക്കാരുടെയൊക്കെ പേര് ഇതിനകത്ത് വലിച്ചിടല്ലേ. പ്രത്യേകിച്ച് ഈ പറയുന്ന അമൃതയുടെ ആയിക്കോട്ടെ, ഈ അഭിരാമിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വേറെ കുറേ ശത്രുക്കളുടെ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പേരുകൾ വെറുതെ വലിച്ചിട്ടിട്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. കാര്യം അമൃത എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ എക്സ് വൈഫായിരുന്നു. നിങ്ങളിൽ നിന്ന് ഫേസ് ചെയ്ത കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലേ? പിന്നെ എലിസബത്തിൻ്റെ കാര്യം, എലിസബത്ത് ഓൾറെഡി തന്നെ ഇപ്പം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിന്നിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള സംഭവം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.